നമസ്കാരം. സൂര്യൻ അപ്രത്യക്ഷമായാൽ നമ്മുടെ ഭൂമിക്ക് എന്ത് സംഭവിക്കും? സൂര്യൻ എന്നത് നമ്മുടെ ഭൂമിയെ ഉണ്ടാക്കിയ ഒരു വലിയ ഫാക്ടറാണല്ലോ. നമ്മുടെ ഈ ഭൂമിയിലെ ഓരോ വസ്തുക്കൾക്കും ജീവൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു ഘടകം സൂര്യനാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവനുള്ള ഓരോ ചരാചരങ്ങൾക്കും നിലനിൽപ്പിനു വേണ്ടി സൂര്യൻ്റെ പ്രഭാവം ആവശ്യമുണ്ട്. സൂര്യനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ നമ്മുടെ ഭൂമിക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്നതിന് ഒരേ ഒരു പോസിബിലിറ്റി ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ അത് ബിഗ് ബാങ് തിയറി ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശൂന്യതയിൽ നിന്നും ഒരു കണിക രൂപപ്പെട്ടു. അതിൻ്റെ സ്ഫോടനത്താൽ നമ്മുടെ പ്രപഞ്ചം ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ ഈ സൂര്യൻ അടങ്ങുന്ന ഈ സോളാർ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഈ ഗാലക്സി പോലും രൂപപ്പെട്ടത്. നമുക്കറിയാത്ത മറ്റൊരു ഫാക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചം ഇപ്പോഴും വികസിക്കുകയാണ് എന്നതാണ്. ഒരിക്കൽ ഈ വികസിക്കലിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും. ആ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ അത് ചുരുങ്ങി പിന്നീട് അത് ശൂന്യതയിലേക്ക് മാറും. ആ ശൂന്യതയിൽ നിന്ന് പിന്നീടും ഒരു കണിക രൂപപ്പെടും. പിന്നീടും അത് പ്രപഞ്ചമായി മാറും. ഇതാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ. ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് സൂര്യൻ എങ്ങനെ നശിക്കുന്നു എന്ന് നോക്കാം. സൂര്യൻ്റെ ആയുസ് എത്രയാണ്? എപ്പോഴാണ് സൂര്യൻ നശിക്കുക? സൂര്യൻ എന്ന് വെച്ചാൽ ഒരു കത്തുന്ന തീ ഗോളമാണല്ലോ. സൂര്യൻ്റെ ലൈഫ് സ്പാൻ, അതായത് സൂര്യൻ്റെ ആയുസ് 5 ബില്യൺ ഇയേഴ്സ് ആണ്. അതായത് 500 കോടി വർഷം. അതായത് 450 കോടി വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ കത്തിത്തീരാൻ തുടങ്ങും. പിന്നീട് 500 വർഷങ്ങൾക്ക് ശേഷം അത് മുഴുവൻ കത്തിത്തീർന്ന് ഒരു വൈറ്റ് ഡോർഫ് പ്ലാനറ്റായിട്ട് അവശേഷിക്കും. അതായത് ഒരു കുള്ളൻ ഗ്രഹം പോലെ അതവിടെ അവശേഷിക്കും. പക്ഷേ നമ്മുടെ ടോപ്പിക്ക് സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും എന്നതാണ്. സൂര്യൻ അപ്രത്യക്ഷമായാൽ നടക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഭൂമി മുഴുവൻ ഇരുണ്ട നിറത്തിലേക്ക് മാറും. അതായത് വെളിച്ചം മെല്ലെ മെല്ലെ കുറഞ്ഞ് രാത്രിയേക്കാളും കഷ്ടത്തിൽ ഭൂമി ഇരുണ്ട ഭൂമിയായി മാറാൻ തുടങ്ങും. 2 ആഴ്ച കഴിയുമ്പോൾ താപനില -20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയും. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് തന്നെ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോൾ -20 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നീട് സംഭവിക്കുന്നത് മൃഗങ്ങളും മറ്റ് ചെടികളും തണുത്ത് ഉറഞ്ഞ് ഫ്രീസായിട്ട് നശിക്കാൻ തുടങ്ങും. അതുപോലെ എല്ലാ ഓഷ്യൻസും അഥവാ എല്ലാ കടലുകളും തണുത്ത് ഉറഞ്ഞ് ഐസ് ക്യൂബായിട്ട് ഫോം ചെയ്യും. പക്ഷെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കും, മനുഷ്യർ ഈ സമയമാകുമ്പോൾ നശിച്ചിട്ടുണ്ടാകുമോ? അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കും. അതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് നമ്മുടെ ടെക്നോളജി. ഓക്സിജൻ മെല്ലെ മെല്ലെ നശിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൃത്രിമമായിട്ട് കുറച്ചു നാൾ ഇതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മറ്റു മൃഗങ്ങൾ തണുത്ത് ഉറഞ്ഞ് മരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർ എന്തുകൊണ്ട് അങ്ങനെ നശിക്കുന്നില്ല? നമ്മുടെ ഭൂമിയിൽ അഗ്നിപർവ്വതങ്ങളുണ്ട്. ആ അഗ്നി ഉത്ഭവിക്കുന്നത് ഭൂമിയുടെ ഉള്ളിൽ നിന്നായതുകൊണ്ട് അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശം എപ്പോഴും ചൂടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ വോൾക്കാനിക് പ്ലേസസിൽ അഭയം തേടും. എന്നാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണവുമില്ല, വെള്ളവുമില്ല, അതേപോലെ തന്നെ ഓക്സിജനുമില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മനുഷ്യൻ്റെ കാലാവധിയും അവിടെ അവസാനിക്കും. പിന്നീട് ഒരു വർഷത്തിനു ശേഷം ഭൂമിയുടെ താപനില -80 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. ഈ ഒരു അവസ്ഥയിൽ മനുഷ്യർ പോയിട്ട് ബാക്ടീരിയ പോലും നിലനിൽക്കില്ല. ആ സമയത്ത് സാറ്റലൈറ്റ് വഴി ഭൂമിയുടെ ഒരു ചിത്രം പകർത്തിയാൽ എങ്ങനെയുണ്ടാകുമെന്ന് വെച്ചാൽ, ഐസ് ബോൾ പോലെ. കൂട്ടുകാരെ, ഐസ് ബോൾ നമ്മളൊന്ന് ഊഹിക്കുക. എന്നിട്ട് നമ്മുടെ ഭൂമി ഐസ് ബോൾ പോലെ ആകുന്നതൊന്ന് ഊഹിക്കുക. എത്ര വിചിത്രമായിരിക്കുന്നു! അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂര്യൻ അപ്രത്യക്ഷമായാൽ ഭൂമിക്ക് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.